ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും അഹങ്കാരം മനസ്സിൽ നിന്ന് കളയണം. ഇല്ലെങ്കിൽ ഇതും ഇതിനപ്പുറം പറ്റും. ഹിറ്റ്ലറെ എന്നോട് ചുമ്മാ ചാടി കടിക്കാൻ വരില്ലേ? ഞാൻ ഒരു അഹങ്കാരം കാണിച്ചില്ല. മനസ്സ് സമർപ്പിച്ച് തന്നെയാ ഞാൻ പ്രാർത്ഥിച്ചത്. അത് ദൈവത്തിന് കൃത്യമായിട്ട് മനസ്സിലായി കാണും. അതുകൊണ്ടാ നിനക്ക് ഈ പണി കിട്ടിയത്. ഓ, ഞാനങ്ങ് സഹിച്ചു. നീ തന്നെ സഹിച്ചല്ലേ പറ്റൂ, അല്ലാതെ വേറെ ആർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ ബലം പിടിക്കുന്ന കണ്ടാ തോന്നും ഈ ലോകം മുഴുവൻ വിരൽത്തുമ്പിലാണെന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഇങ്ങോട്ട് വയ്ക്ക. എന്താ കാലുവിന് കുറവില്ലേ? എവിടെ ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, എന്റെ കയ്യിലായില്ലേ. നിന്റെ കയ്യിൽ എണ്ണയാക്കണ്ട, ഞാൻ തേച്ചു കൊടുക്കാം. അവിടെയല്ല, കുറച്ചുകൂടെ അപ്പുറത്ത്. കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. കുറച്ച് താഴെ. സത്യമായിട്ടും പറഞ്ഞതാ. നീ എന്തിനാ നോക്കിയിരിക്കുന്നത്? ശയന പ്രദർശനം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ. നീ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ അമ്പലത്തിൽ പോകേണ്ടതാ. അപ്പുറത്ത് ഇവിടെ. വൈദ്യരെ അല്ല, ഹിറ്റ്ലറെ, നിങ്ങൾ ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങളുടെ ഈ എണ്ണ തേച്ചുള്ള തിരുമലും തടവലും ഒക്കെ കണ്ടാലേ അറിയാം നിങ്ങൾ ഏതോ നല്ല വൈദ്യശാലയില് അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഹോട്ടൽ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് ഒരു ആയുർവേദ വൈദ്യശാലയൊക്കെ ഇട്ട് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചൂടെ? അല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നല്ല വൈദ്യന്മാരുടെ മുമ്പിൽ അഭ്യാസം ഇറക്കിയാലേ ഇതുപോലെ ഇരിക്കും. ഒരു മുറിവേദി വന്നേക്കുന്നു. ശരിക്കും വൈദ്യം തന്നെയാണ്. നിന്റെ കാലിന്റെ മർമ്മത്തെ ഞാൻ ശരിക്കും തൊട്ടാ പിന്നെ നീ എഴുന്നേറ്റ് നടക്കില്ല. വേണോ നീ ബേക്കറിക്കാരി? വേണ്ടായേ. ഉള്ളില് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കരിമ്പാറ തുറന്നത് പുറത്തു വരാൻ പ്രയാസവാ. ശരിയാക്കി എടുക്കാം. നശിപ്പിച്ചു, ഇഡിയറ്റ്. എല്ലാം നശിപ്പിച്ചില്ലടാ. ചെയ്യാൻ കഴിയാത്ത പണി ഏറ്റെടുക്കാൻ പോകരുത്. വയ്ക്കോ, ഇനി നിന്നെയൊന്നും എന്റെ മുന്നിൽ കണ്ടുപോകരുത്.
ഈ ചെവി അറിയാതെ കാര്യം സാധിച്ചിരുന്ന വേറെ ആമ്പിളാരി നാട്ടിലുണ്ട്. ഒരു കില്ലർ നടക്കുന്നു, കിഴങ്ങൻ. സോറി സാർ, എനിക്കൊരു അവസരം കൂടി തരണം. നോ, ഒരു തവണ അല്ലെങ്കിൽ രണ്ട്, അതിനപ്പുറം ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ ഒന്നും കൊണ്ട് ഇതിന് കഴിയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമായി. അവരെ വിട്ടേര് സാറേ, നമുക്ക് വേറെ ആളെ നോക്കാം. എടാ, ഏത് പ്രതിസന്ധിയിലും ഏറ്റെടുത്ത കാര്യം ചെയ്യുന്നവനാ യഥാർത്ഥ വില്ലൻ. അതിന് കഴിയാത്ത നീയൊക്കെ വെറും സീറോയാ, സീറോ. ഇനി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ കണ്ടുപോരുത്. പൊയ്ക്കോ, പോടാ. വിശ്വസിക്കാൻ പറ്റാത്ത വർഗം. നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം സാറേ. തമ്പി, അവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു കാര്യം സക്സസ് ആവാനും ഭാഗ്യം കൂടെ വേണം. മേഡം ആകെ കലികളായിരിക്കുക സാറേ. ഞാൻ എന്ത് മറുപടി പറയും? കുറച്ചു ദിവസം കാത്തിരിക്കാൻ പറ. അതിനകം കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ടിറങ്ങും. പോരെ? ഞങ്ങൾക്ക് സാറിനെ വിശ്വാസമാണ്. കാരണം സാറിന് അവരോടുള്ള ശത്രുതയും മറ്റും എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പ്രാന്താശുപത്രിയിൽ തിരികെ എത്തിക്കുക എന്നുള്ളത് ഈ ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, അത് സാറിന്റെയും കൂടി ആവശ്യമാണ്. അതെ, ഇനി അതെന്റെ ആവശ്യം കൂടെ. അതെ. തമ്പിയുടെ മാഡത്തോട് ഒന്ന് പറഞ്ഞേക്കാം. താങ്ക്സ്. പിന്നെ മുറിവുകൾ ഒരുപാട് എനിക്ക് തന്നവളാ ജ്യോതി. അവളാ ഇപ്പൊ അവന്റെ രക്ഷക. തമ്പി, അവളുടെ മുൻപിൽ നിന്ന് തന്നെ നമ്മളവനെ കൊത്തിയെടുത്തോണ്ട് പോകും. എന്നിട്ട് നമ്മളവനെ ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ കൊണ്ടടയ്ക്കും. അതായിരിക്കും അവൾക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ തിരിച്ചടി. എടാ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് ഒന്ന് പോയാലോ? വേണ്ട, അതൊക്കെ ഡീക്ക് വന്നിട്ട് മതി. ഇല്ലെങ്കിൽ അതൊക്കെ വലിയ കുഴപ്പവും. എടാ, നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഡീക്ക് നമ്മൾ ഒന്നും ചെയ്യില്ല. നമ്മൾ വന്നത് ഇതുവരെ ഡീക്കെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ റെസ്റ്റോറന്റിൽ പോയാൽ അത് ഉടനെ ഡീക്കെ അറിയും. എടാ, അറിയാനുള്ളതൊക്കെ ഡീക്ക് ഇപ്പൊ തന്നെ അറിഞ്ഞാണ്. 10 തലയുള്ള രാവണനാ രാവണൻ. ഏയ്, എങ്കിൽ നമ്മളിവിടെ കാലുകുത്തിയ അടുത്ത നിമിഷം പുള്ളി വന്നേനെ. അയ്യോ ഡീക്കെ, ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞാണോന്ന്. എടുക്ക. എനിക്ക് വയ്യ, നീ സംസാരിക്കേ. നിന്നെയല്ലേ വിളിച്ചത്, നീ തന്നെ സംസാരിക്ക. എടുക്കടാ. ഹലോ ഹലോ ഡീക്കെ. ഹലോ ഗോകുൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമാണ് ഡീക്കെ. അമരാവതിയിലേക്കുള്ള യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഡീക്കെ, ഞങ്ങള് വിശദീകരണം ഒന്നും വേണ്ട. ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് കേരളത്തിലെത്താൻ 3 ദിവസം എടുത്തു. ഇടയ്ക്ക് ഒരു ദിവസം എവിടെ മിസ്സിംഗ് ആയി? എവിടെയായിരുന്നു നിങ്ങൾ? ഡീക്കെ, അത് പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊരു ഹോളിഡേ ആഘോഷിക്കാൻ. ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാതെ മടങ്ങിയിട്ട് ഹോളിഡേ ആഘോഷിക്കാൻ പോയല്ലോ. എന്നോട് പറയാതെ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ എന്തിനു പോന്നു? ജോലിയാണോ അതോ ഹോളിഡേ ആണോ നിങ്ങൾക്ക് പ്രധാനം? ഗൂഗിൾ, ബാലോടെ ഞാനിവിടെ ഉണ്ട് ഡീക്കെ. എന്താ ബാലു ഇത്? ഇതിനാണോ നിങ്ങളെ ഞാൻ ബാംഗ്ലൂരിലേക്ക് അയച്ചത്? ഇപ്പൊ തിരിച്ചു വന്നിട്ട് എന്താ അത്യാവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾക്ക്? അതും ഡീക്കെ,
അത് പിന്നെ നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പോകണം. 10 മിനിറ്റിനകം നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മൊബൈലിലെത്തും. എന്താ ഒന്നും പറയാത്തത്? പറഞ്ഞ മനസ്സിലായില്ലേ? അത് പിന്നെ നാളെ പോകാൻ ബുദ്ധിമുട്ടുണ്ടിരിക്കുക. എന്താ പറഞ്ഞത്? എന്ത് ബുദ്ധിമുട്ട്? ഡിക്ക് ക്ഷമിക്കണം. ഞങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവർക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഡിക്ക്, എസ് കെ ഉള്ള വീട്ടിൽ അവരെങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും? Shut up. ശിവ വന്നുകൊണ്ട് അവർക്കെന്താ കുഴപ്പം? ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് ഞാൻ പരിഹരിച്ചോളാം. അത് പറ്റില്ല ഡിക്ക്. ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ. നിങ്ങളുടെ കുടുംബം? അതെ, ഞങ്ങളുടെ ഭാര്യമാർക്കൊരു പ്രശ്നം ഉണ്ടായാ അത് ഞങ്ങളോടല്ലാതെ പിന്നെ ആരോടാ ഡിക്കെ പറയേണ്ടത്? എസ് കെ പോലൊരു ഭ്രാന്തനെ പേടിച്ച് അമരാവതിയിൽ നിൽക്കാൻ പറ്റില്ലെന്നാ അവർ പറയുന്നത്. അതുകൊണ്ട് ഡി കെ തിരിച്ചു വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. നമ്മൾ തിരിച്ചു വന്നത് ഡി കെക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാ ഇത്രയും ചൂടായി സംസാരിച്ചത്. ഇങ്ങനെ പിന്നാലെ നടന്ന് വഴക്ക് പറയാൻ നമ്മൾ എന്താ കൊച്ചു കുട്ടികൾ എങ്ങനെയാണോ? ഡി കെയുടെ വിചാരം നിങ്ങൾക്കിപ്പോഴും പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞിട്ടില്ലെന്നാ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായവരാ നിങ്ങളെന്ന് ഡി കെക്ക് മനസ്സിലാവാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? അതെ, ഡി കെ ചോദിച്ചാൽ ഇപ്പൊ എന്താ തെറ്റ്? നിങ്ങൾ തിരിച്ചു വരുന്ന കാര്യം ഡി കെയോട് സംസാരിക്കണമായിരുന്നു. എങ്കിൽ പിന്നെ ഡി കെ ഞങ്ങൾ ഇതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ബാംഗ്ലൂരിൽ ഞങ്ങളിപ്പോ ഇങ്ങനെ അത്തിപ്പാറ പോലെ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വരട്ടെ, നമുക്കും എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കാൻ പറയാം. ഒരു സ്വർണ്ണക്കട തുടങ്ങിയാലോ എന്നാ എന്റെ ആലോചന. നല്ല കഥയായിപ്പോയി. പണ്ടൊരു ബിസിനസ് തുടങ്ങാൻ പോയിട്ട് അവസാനം രക്ഷിക്കാൻ ഡി കെ തന്നെ വരേണ്ടി വന്നില്ലേ? അത് മറക്കരുത്. പണ്ടത്തെ കഥയൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഒരു തവണ അബദ്ധം പറ്റിയ അനുഭവം ഉള്ളതുകൊണ്ട് ഇത്തവണ അത് ആവർത്തിക്കില്ല. സ്വർണ്ണക്കടയാവുമ്പോ അധികം അലച്ചില് വേണ്ട. AC മുറിക്കകത്ത് ഇരുന്നാ മതി. എല്ലാ ബിസിനസിനും അതിന്റേതായ അന്തസ്സുണ്ടെങ്കിലും സ്വർണ്ണക്കട തുടങ്ങുന്നത് ഒരു പ്രൗഢി തന്നെയാ. തുടങ്ങുമ്പോ അമരാവതിയുടെ പേര് തന്നെ ഇടണം. എങ്കിലേ തറവാടിനൊരു അന്തസ് കിട്ടും. ജ്വല്ലറിയും തുടങ്ങി തറവാടിന്റെ പേര് വിട്ട് AC മുറിയിലിരുന്ന് കച്ചവടം ചെയ്യാൻ ആളുമായി. അയ്യോ, എനിക്ക് AC ഇല്ലാതെ പറ്റില്ല. പണ്ടേ ശീലിച്ചു പോയതുകൊണ്ടാ. എല്ലാം കൊള്ളാം. പക്ഷെ ജ്വല്ലറി തുടങ്ങാൻ പണം എവിടെ? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? അതിനും ഡി കെ തന്നെ സഹായിക്കണ്ടേ? നമുക്ക് അവകാശപ്പെട്ടതില് ഒരു ഭാഗം ബിസിനസ് തുടങ്ങാൻ ചോദിക്കുന്നതില് എന്താ തെറ്റ്? എന്തായാലും ഡി കെ വരുമ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബിസിനസ് തുടങ്ങുന്നതിന്റെ കാര്യം പറയുമ്പോ തന്നെ ഡി കെ എതിർക്കും. നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് പറയും. പക്ഷേ അപ്പു വിട്ടുകൊടുത്താൽ അതോടെ എല്ലാം തീരും. ബാംഗ്ലൂരിൽ നിന്ന് വന്നത് തിരിച്ചു പോകാനല്ല എന്ന് തന്നെ നിങ്ങൾ പറയണം. അപ്പൊ ശ്രീയേട്ടൻ ബാംഗ്ലൂരിൽ തന്നെ നിൽക്കുന്നതിന് ഇതിപ്പോ കുട്ടിക്കുരുങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്ന പോലുള്ള ഏർപ്പാടായിപ്പോയി. അല്ലെങ്കിൽ പിന്നെ ശ്രീയേട്ടനല്ലേ മുന്നിൽ നിന്ന് ഇതൊക്കെ ചോദിക്കേണ്ടത്? ശ്രീയേട്ടൻ വരും, ഡി കെയോട് സംസാരിക്കുകയും ചെയ്യും. മായേച്ചി, അർഹിക്കുന്ന പാത്രത്തിലെ ഭിക്ഷ കൊടുക്കാവൂന്നൊരു ചൊല്ലുണ്ട്. ഡി കെ നൽകിയ ഭിക്ഷ നമ്മുടെ 3 ഭർത്താക്കന്മാരുടെയും ജീവിതം. അർഹിക്കാതെ കിട്ടിയ ഔദാര്യത്തിന് ഇവരെ കൊണ്ട് കണക്ക് പറയിക്കണോ? മതി. ആർക്കും അതിന് അർഹത ഇല്ലാത്തത്? ആരാ ഭിക്ഷ അയച്ചത്? ഞങ്ങൾക്ക് അതിനുള്ള അർഹത ഉള്ളതുകൊണ്ട് തന്നെയാ ഡി കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ജീവിതം ഡി കെ നൽകിയ ഔദാര്യമല്ല. ഈ തറവാട്ടിലെ സ്വത്തിന്റെ 1/3 ഭാഗം ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. അത് ഞങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. അമ്മയുടെ അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഡി കെ കൊണ്ടുവന്ന് വളർത്തി. അത് ശരി തന്നെ. പക്ഷേ ഇത്രയും കാലത്തിനുള്ളിൽ
ഇത് നിങ്ങൾക്കെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഡി കെ ചെയ്തു തന്നിട്ടുണ്ടോ? തല മറന്ന് എണ്ണ തേക്കുന്നത് നല്ലതാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. നമുക്കെന്നല്ല, ആർക്കും ഇവിടെ ഒരു ഭാഗവും വെച്ചിട്ടില്ല. അതിനി എത്ര സമയം കിടക്കുന്നു? എപ്പോഴാ ആ സമയം വരുന്നത്? അതുവരെ ഇവരൊക്കെ കാത്തിരിക്കണോ? എന്തായാലും ഉള്ളത് മുൻകൂട്ടി അറിഞ്ഞു വെക്കുന്നത് തന്നെയാ നല്ലത്. ആ, മായച്ചി പറഞ്ഞത് ശരി. ചോദിക്കാനുള്ളത് ചോദിക്ക തന്നെ വേണം. ഇതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാ ഡി കെ പോലല്ല എസ് കെക്ക് നമ്മളിവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല. ഭ്രാന്ത് പിടിച്ച ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടണമെന്നെങ്ങാനും എസ് കെ പറഞ്ഞ ഡി കെ അത് ചെയ്തു വരും. അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാ ബിസിനസിന്റെ കാര്യത്തില് ഞാൻ നിർബന്ധം പറഞ്ഞത്. ഒന്നും ഡി കെ പിണക്കിക്കൊണ്ട് വേണ്ട. മരുമക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി ഡി കെയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ വിചാരിക്കാവൂ. ഡി കെ എതിർക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഞാനിത് പറഞ്ഞത്. എസ് കെയുടെ വരവ് നമുക്കൊരു ഭീഷണി തന്നെയാണ്. കൊള്ളാം മായേച്ചി. ഒരു കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കാൻ ഇത്രയും തന്നെ ധാരാളം. കുടുംബത്തിന്റെ ദോഷങ്ങൾ മാറ്റാൻ പരിഹാരക്രിയകൾ നടത്താൻ എല്ലാരും കൂടി പോയ സമയത്ത് തന്നെ വേണം ഈ ഗൂഢാലോചന നടത്താൻ. ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും വേണ്ടി കൂടിയാ. കൂടെ നിന്ന് ചതിക്കാൻ അതിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും തീരുമാനിച്ചതിൽ നിന്ന് നമ്മൾ പിന്നോട്ടില്ല. പൂജ മുടക്കിയതിന്റെ പരിഹാരക്രിയകൾ കഴിഞ്ഞു വരുമ്പോ ഇവിടെയും ഒരു പരിഹാരക്രിയ നടത്തേണ്ടി വരും ഡി കെക്ക്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ഭൂകമ്പങ്ങൾ നടന്നാലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും. ഈ വീട്ടിലെ പ്രശ്നങ്ങളുടെ ഒറ്റക്കാരി മായേച്ചി ആയതിൽ എനിക്ക് ദുഃഖമുണ്ട് മായേച്ചി. കാരണം അമ്മയും ഡി കെയൊക്കെ മായേച്ചി അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അത് മറന്നത് വലിയ തെറ്റായിപ്പോയി. ചായ കുടി. ശിവ എവിടെ അമ്മായി? അവൻ കിടക്കുക. ദേഹം മുഴുവൻ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. 3 ടൈംസ് ശയനപ്രദർശനം നടത്തിയതല്ലേ, നല്ല വേദന കാണും. ജ്യോതിയെ പോലൊരു മരുമകളെ കിട്ടിയത് സത്യത്തിൽ നാത്തുവിന്റെ ഭാഗ്യ. ഇന്നത്തെ കാലത്ത് കുടുംബത്തിലെ കാര്യങ്ങൾ സ്വയം അറിഞ്ഞ് ചെയ്യുന്ന പെൺകുട്ടികള് വളരെ കുറവാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പൂജയുടെ കാര്യങ്ങളൊക്കെ എത്ര കാര്യമായിട്ട് അവള് ചെയ്യുന്നത്. എന്തായാലും ഇതുവരെയുള്ള പൂജാ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാലുടൻ മോനെ നമുക്ക് തിരിച്ചു പോണം. അതെന്താ നാത്തൂനെ, 2 ദിവസം കൂടി ഇവിടെ താമസിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല നാത്തൂനെ, ശിവയ്ക്ക് ഇവിടെ ഒട്ടും ശരിയാവുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ കൂടുതൽ വേദനിക്കുകയുള്ളൂ. മറന്നുപോയതൊക്കെ ഇനിയും അവനെ കുത്തി നോവിക്കുന്നത് അപകടം. ഇപ്പൊ അവൻ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കഴിഞ്ഞതൊക്കെ ഓർത്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇനിയും അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നാളെ പൂജ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ ഇറങ്ങും. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ശയനപ്രദർശനം നടത്തിയിട്ട് എങ്ങനെയുണ്ട് ശിവ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ബോഡി പെയിൻ അത്രേ ഉള്ളൂ. ജ്യോതിയുടെ കാലിനെങ്ങനെയുണ്ട്? ജ്യോതിയല്ല, ഏട്ടത്തി. ഏട്ടത്തി അമ്മ. ജ്യോതി ഏട്ടത്തി
അങ്ങനെ മതിയല്ലോ. എന്നാലും തികച്ച ഏട്ടത്തിന്ന് വിളിക്കരുത് കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരുടെ ഈ ചിലങ്ക? പണ്ടൊരു സ്റ്റേജ് പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാ. ഓ അത് ശരി. കൊള്ളാം, നല്ല ചിലങ്ക. ജ്യോതി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ, സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ വലിയ ഡാൻസർ ആയിരുന്നു. ചുമ്മാ. സത്യ ശിവ, 1-2 തവണ ഞാൻ ജില്ലാ തലത്തില് കലാതിലകം വരെ ആയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ കലാതിലകം തൽക്കാലം ആ ചിലങ്ക അങ്ങോട്ട് വെച്ചേക്ക്. ഈ ചിലങ്ക വേറെ ആരും കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. ആഹാ, ഞാൻ ഈ ചിലങ്ക ഒന്ന് കെട്ടിയപ്പോ എന്താ കുഴപ്പം? വേണമെങ്കിൽ നമുക്കൊരു മത്സരം അങ്ങ് നടത്തിയാലോ? എന്ത് മത്സരം? ശിവയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ഡാൻസ് ചെയ്യ. ചുമ്മാ എന്നെ വെല്ലുവിളിക്കില്ലേ ജ്യോതി. ജ്യോതി തോൽക്കേയുള്ളൂ. അയ്യടാ, അതിനിമ്മിണി പുളിക്കും. ഡാൻസിന് എന്നെ തോൽപ്പിക്കാൻ ശിവയ്ക്ക് പറ്റില്ല. ആര് പറഞ്ഞു? വേണമെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം. ശിവ വാശി പിടിക്കല്ലേ ശിവ. എന്റെ മുമ്പിൽ നാണം കെടുത്തേ ഉള്ളൂ. ഓഹോ, എങ്കിൽ അതൊന്ന് കണ്ടേ പറ്റൂ. ശരി, കാണാം.